10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് സിറ്റിംഗ് MLA ആയ റോജി എം ജോൺ അങ്കമാലിയിൽ വോട്ട് തേടുന്നത്. അങ്കമാലി ബൈപ്പാസും പിൽഗ്രിം ടൂറിസവും അടക്കം നിരവധി പദ്ധതികളാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെടുന്നത്. പ്രതിപക്ഷ MLA ആയതിനാൽ കിഫ്ബി പദ്ധതികൾ പലതും മണ്ഡലത്തിൽ നടപ്പാക്കാൻ അനുവദിച്ചില്ല എന്നാണ് റോജിയുടെ ആരോപണം. അങ്കമാലി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA റോജി എം ജോൺ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എവിടെ? പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. UDFന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ വളരെ സജീവമായി പ്രവർത്തകരെല്ലാവരും പ്രവർത്തന രംഗത്തുണ്ട്. നമുക്ക് ഇന്ന് ആദ്യ റൗണ്ട് നമ്മൾ ഒരു വീട് കയറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ കേന്ദ്രങ്ങളിലും കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും നമുക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കാരണം 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്കമാലിയിൽ മുഴുവൻ സമയവും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിഭാഗം, എല്ലാ വിഭാഗം ആളുകളുമായിട്ടും അടുത്ത ബന്ധവുമൊക്കെയുണ്ട്. അപ്പോൾ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലയിലും ആളുകൾ നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. മികച്ച ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് മണ്ഡലം കൈവശം വെച്ചിരിക്കുന്ന ആളെന്നുള്ള നിലയിലും സ്വാഭാവികമായിട്ട് വോട്ടേഴ്സ് എല്ലാവരും പരിചിതരായിരിക്കും. അത് കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. എന്നിരുന്നാലും അങ്കമാലിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ള വികസന നയങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും? 10 വർഷമാകുമ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും, കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും? അല്ല, അങ്കമാലിയെ സംബന്ധിച്ച് പ്രധാനമായും 2 വിഷയങ്ങൾ. ഒന്ന്, കാലടിയിലെ ഒരു പുതിയ സമാന്തര പാലം എന്നുള്ളതായിരുന്നു. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണം അനുവദിച്ചിട്ട് അന്ന് അത് നടന്നില്ല. എന്തായാലും ഒത്തിരി തർക്കങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് ഇപ്പോൾ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. പാലം നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ പാലം തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അത് വലിയൊരു നേട്ടം തന്നെയാണ്. രണ്ടാമത്, അങ്കമാലിയിലെ പ്രധാന പ്രശ്നം, അങ്കമാലി ഒരു ബൈപ്പാസ് ആവശ്യമാണ്. വർഷങ്ങളായി എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നു. കിഫ്ബി വഴി അതിന് പണം അനുവദിച്ച് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ സ്വാഭാവികമായും കിഫ്ബിയുടെ വർക്കുകളൊക്കെ നമുക്കറിയാം, വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അങ്കമാലി ബൈപ്പാസിനോടൊപ്പം ഒരുമിച്ച് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 16 ബൈപ്പാസ് പദ്ധതികളുണ്ട്. ആ 16-ൽ ഒരു പദ്ധതി പോലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കാരണം അത് കിഫ്ബിയുടെ രൂപകൽപ്പനയിൽ അല്ലെങ്കിൽ കിഫ്ബി പദ്ധതികൾക്കുണ്ടാകുന്ന കാലതാമസം. ഇപ്പോൾ 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ എന്ന് വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. ഈ 1 ലക്ഷം കോടിയുടെ പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ആകെ അത് പ്രഖ്യാപനമാണ്. 30,000 കോടിയുടെ പദ്ധതിയേ നടന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ശരാശരി 3,000 കോടിയുടെ പദ്ധതി മാത്രമാണ് നടന്നിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 30,000 കോടി എന്ന് പറയുമ്പോൾ കേവലം ഒരു വർഷം 3,000 കോടിയാണ്. ഒരു കേരളം പോലെ സംസ്ഥാനത്ത് ഒരു വർഷത്തിലൊരു 3,000 കോടിയുടെ വികസനം എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.